ലയണൽ മെസ്സിയെക്കുറിച്ച് ഇനി എന്ത് എഴുതാനാണ്? ലയണൽ മെസ്സിയെക്കുറിച്ച് ഇനി എന്ത് പറയാനാണ്? കേട്ടും പറഞ്ഞും അറിഞ്ഞും മെസ്സിയുടെ എല്ലാ വിശേഷവും തീർന്നല്ലോ എന്ന് സംശയിക്കുമ്പോഴായിരിക്കും ഒരു കൊള്ളിയാൻ കണക്ക് അയാൾ എത്തുന്നത്. രണ്ടാഴ്ച മുമ്പാണ് മെസ്സിക്ക് പരിക്കേൽക്കുന്നത്. നെഗാക്സയ്ക്കെതിരായ ലീഗ്സ് കപ്പ് മത്സരത്തിനിടെ വലത് കാലിലെ പേശിക്ക് പരിക്കേറ്റ മെസ്സി വിശ്രമത്തിലായിരുന്നു. തിരിച്ചുവരവിൽ വീണ്ടും എല്ലാ മാധ്യമങ്ങളുടെയും തലക്കെട്ടാവാൻ അയാൾക്ക് കേവലം 38 മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. അല്ലെങ്കിലും കൺകെട്ടുകാരന്, മാജിക്കുകാരന് മുന്നിലിരിക്കുന്നവനെ സ്തബ്ധരാക്കാൻ നിമിഷാർദ്ധം മതിയല്ലോ. ചേസ് സ്റ്റേഡിയത്തിൽ ലോസ് ഏഞ്ചൽസ് ഗാലക്സിക്കെതിരായ രണ്ടാം പകുതിയിലാണ് മെസ്സി ഇറങ്ങിയത്. ജോർഡി ആൽബയുടെ ഗോളിൽ മയാമി മുന്നിലാണ്. എന്നാൽ ജോസഫ് പെയിൻസിൽ നിലവിലെ ചാമ്പ്യന്മാരെ ഒപ്പം എത്തിച്ചു. 2 ഡിഫൻഡേഴ്സിനെ കബളിപ്പിച്ച് എവേ മത്സരത്തിൽ ഗോളടിച്ചിട്ടും ജോസഫിന്റെ ആഘോഷത്തിന് ഒരു മയമുണ്ടായിരുന്നു. സംഭവിക്കാൻ പോകുന്ന ആപത്ത് മുന്നിൽ കണ്ടെന്നവണ്ണം അമിതാഹ്ലാദത്തിന് അദ്ദേഹം മുതിർന്നില്ല. പണ്ടൊരു ലാലിഗയിൽ ബാഴ്സലോണയ്ക്കെതിരെ ലീഡ് എടുത്തിട്ടും ഡഗൌട്ടിൽ അസ്വസ്ഥനായ അത്ലറ്റിക്കോ പരിശീലകൻ ഡീഗോ സിമിയോണിയെ ഓർമ്മ വന്നു. നിർണായക മത്സരത്തിൽ ഫെർണാണ്ടോ ടോറസാണ് അത്ലറ്റിക്കോയുടെ ഗോൾ നേടിയത്. ലീഡ് എടുത്തിട്ടും എന്തേ ആഘോഷിക്കാതിരുന്നതെന്ന് മത്സരത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിനോട് ചോദ്യം വന്നു. അദ്ദേഹത്തിന്റെ ഉത്തരം ഇപ്രകാരമായിരുന്നു: മെസ്സി വാമപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടു, അതിലുണ്ട് എല്ലാം. ആ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങി ഗോളും വിജയവും മെസ്സി ബാഴ്സലോണയ്ക്ക് സമ്മാനിച്ചു. കാലം ഫുട്ബോൾ കണക്കുരുണ്ടോ? മെസ്സിക്ക് 38 വയസ്സായി. പക്ഷെ ഇന്നും അയാൾ നമ്മെ വിസ്മയിപ്പിക്കുന്നു. ഡീപ്പോളിൽ നിന്ന് ഏകദേശം 30 വാര അകലിൽ നിന്ന് വാങ്ങിയ പന്തുമായി മെസ്സി ബോക്സിലോട്ടോടി. വലത്തോട്ടാഞ്ഞ് ആദ്യം ഒരു ഡിഫൻഡറെ വെട്ടിച്ചു. തടയാനെത്തിയ അടുത്ത താരത്തെ ഇടത്തോട്ട് നീങ്ങിയും പ്രതിരോധിച്ചു. തൊട്ടുമുന്നിലുണ്ടായിരുന്ന ഡിഫൻഡർക്കും ലോസ് ഏഞ്ചൽസ് ഗോളി നൊവാക് മിക്കോവിച്ചിനും ഗോൾ പോസ്റ്റിനുമിടയിലുള്ള സ്പേസ് കൃത്യമായി അളന്നെന്നവണ്ണം മെസ്സിയുടെ ഗ്രൗണ്ടർ. ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ കഴിഞ്ഞു. പന്ത് ഇടത് മൂലയിൽ വിശ്രമിച്ചു. ചേസ് സ്റ്റേഡിയം ഇളകി മറിഞ്ഞു. മാജിക്കൽ മെസ്സി. കമന്ററി ബോക്സിൽ പതിവ് വിശേഷം. അഞ്ച് മിനിറ്റ് മെസ്സിയുടെ മാജിക്കൽ ടച്ച് ഒരിക്കൽ കൂടി ലോകം കണ്ടു. ഡീപ്പോളിൽ നിന്ന് പന്ത് വാങ്ങിയ മെസ്സിക്ക് ചുറ്റും 2 പ്രതിരോധക്കാർ ഉണ്ടായിരുന്നു. ക്രോസായി റൺ ആരംഭിച്ച സുവാരസിലേക്ക് മെസ്സി ബോൾ ബാക്ക് ഹീൽ ചെയ്തു. തിരിഞ്ഞു നിന്ന മെസ്സി സുവാരസിന്റെ പൊസിഷൻ പോലും മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ തളികയിലെന്നപ്പോൾ ആ പന്ത് സുവാരസിന്റെ കാലുകളിലെത്തി. മെസ്സിക്ക് പുറകിലും കണ്ണുണ്ടോ എന്ന് എതിരാളികൾ സംശയിച്ച നിമിഷം. മികച്ചൊരു ഫിനിഷിലൂടെ സുവാരസ് ഇന്റർ മയാമിയുടെ ലീഡ് ഉയർത്തി. മറ്റൊരു മെസ്സി മാജിക് കൂടി പിറന്ന ദിനം. വിഷന്റെ ഏറ്റവും മാജിക്കലായ പെർഫെക്ഷൻ. ആദ്യം പറഞ്ഞത് ആവർത്തിക്കാം. ലയണൽ മെസ്സിയെക്കുറിച്ച് ഇനി എന്ത് പറയാനാണ്? ഉണ്ട്. അലസനായി നടന്ന് അടുത്ത നിമിഷത്തിൽ അയാൾ ഒരു തീക്കാറ്റാകും. അയാൾ കളിക്കുന്ന നാളത്രയും എന്തെങ്കിലും അത്ഭുതം ആ ബോട്ടിലുണ്ടാകും.